ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രം തേടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറയാം, അങ്ങനെ പറയാം അല്ലേ? ഇതേമാതിരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊളത്തിച്ചിരിക്കുന്ന ഓരോന്നും ഓരോ വ്യക്തികളുടെയാണോ? അല്ല, ഓരോന്നിലും ഒരുപാട് പേരുടേതുണ്ടാവും. ഓരോന്നും ഓരോ ക്യാൻസറിലോട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ക്യാനിസ്റ്റേഴ്സ് ഉണ്ട്, കളർ കോഡഡ് ആണ്, പേരുകള് നമ്പര് എല്ലാം ഉണ്ടാകും. അങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്നൊക്കെ ഒരുപാട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ? സുഹൃത്തുക്കളെ, ഞാനിന്ന് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലുള്ളത്. ഇന്ന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പലവർക്കും ഇത് ഉപകാരപ്പെടും. ഡോക്ടർ പേരെന്ന് പറയാം. ഞാൻ ഡോക്ടർ അശ്വതി കുമാരൻ. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വന്ധ്യത അനുഭവിക്കുന്നവരിൽ IVF ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞുങ്ങൾ ലഭിച്ചു, കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്ത ഒരു ഡോക്ടറാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഒരു IVF ട്രീറ്റ്മെൻറ്റ്? IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഗ്ലാസിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് എന്നർത്ഥം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബീജസങ്കലനം. അണ്ടവും ബീജവും കൂടെ ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി മാറുന്ന ആ പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. വന്ധ്യത അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അണ്ടവും ബീജവും ചേർന്ന് ശരീരത്തിനകത്ത് കുഞ്ഞായി മാറുന്ന ഈ ബീജസങ്കലനത്തിനാണ് തകരാറ്. അങ്ങനെയുള്ളവർക്ക് ഓഫർ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് IVF. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് മുതലെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതുവരെ വലിയൊരു സംഭവമാണ് എന്ന് കരുതി ട്രീറ്റ്മെന്റ് പോവാത്തവർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ ആയതിനു ശേഷം പിന്നീട് ഇനി ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ള രൂപത്തിൽ പല സ്ത്രീകളും സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, അതിൽ നിർത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ട്രീറ്റ്മെന്റ് നടക്കില്ലേ? ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനാകും. ഈ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ചെയ്യാനാകും. അവർ പ്രസവം നിർത്തിയത് ട്യൂബ് കട്ട് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള അവയവമാണ് ഡാമേജ് ആയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അണ്ടവും ബീജവും ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി അത് ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുത്താൽ തീർച്ചയായും പ്രഗ്നന്റ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ ഡോക്ടറേറ്റ് വന്നു. പിന്നീട് മുതൽ എവിടുന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്നുള്ളത് നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഹരീഷ, ഒരു വ്യക്തിയല്ല വരിക, അതെ, ദമ്പതികളാണ് വരിക. ഭാര്യയും ഭർത്താവും ആണ് വരിക. തീർച്ചയായിട്ടും അവരെ നമ്മൾ കാണുക OP-യിൽ വെച്ചിട്ടാണ്. ഇത് എംബ്രിയോളജി ലാബും തിയേറ്റർ കോംപ്ലക്സും ആണ്. OP-യിൽ വെച്ച് അവരെ കാണും. അവരെന്തുകൊണ്ടാണ് വിശേഷം ആകാൻ അവർക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് അവരോട് ചോദിച്ചറിയുകയും പരിശോധനകൾ ചെയ്തും നമ്മൾ കണ്ടെത്തും. ബീജസങ്കലനം നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആകുന്നതിനാണ് തടസ്സം എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ IVF ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യും. കുഞ്ഞുങ്ങളാകാത്തവരിൽ 10 പേരിൽ ഒരാൾക്ക് ബീജസങ്കലനം നടക്കാത്ത ഇതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്ന് കാണുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സ്പേമിന്റെ അളവ് തീരെ കുറവ്, ബീജസങ്കലനം ശരീരത്തിൽ നടക്കാൻ മാത്രം സ്പേം ഇല്ല, ബീജമില്ല, അല്ലെ അണ്ടം സാധാരണ രീതിയിൽ ശരീരത്തിൽ വിരിയുന്നില്ല, അണ്ടങ്ങളെ ശേഖരിച്ച് ബീജവുമായിട്ട് ചേർത്താലേ ബീജസങ്കലനം നടക്കൂ, അല്ലെ അണ്ടവും ബീജവും കൂടെ ചേരാനുള്ളതിനുള്ള തടസ്സം ഗർഭാശയത്തിന്റെ അബ്നോമാലിറ്റീസ് കൊണ്ടോ ഏറ്റവും സാധാരണയായിട്ട് ഫാലോപ്പിയൻ ട്യൂബിന്റെ ബ്ലോക്കോ പ്രോബ്ലമോ ഉള്ളത് കൊണ്ട് ബീജസങ്കലനം ശരീരത്തിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല, ശരീരത്തിനകത്ത് വേറെ തടസ്സങ്ങൾ കാണുന്നില്ലെങ്കിലും എഗ്ഗും സ്പേമും കൂടെ ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി ഗർഭാശയത്തിലേക്ക് പിടിക്കുന്നത് നടക്കാത്തതുകൊണ്ടാണല്ലോ അവർ വിശേഷമാകാതെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളത്. ഇവർക്കെല്ലാം നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓഫർ ചെയ്യുന്നു. അതെവിടെ വെച്ചാൽ OPD-യിൽ വെച്ച് അവര് കാര്യങ്ങൾ മനസ്സിലാക്കും. അവര് ചികിത്സ സ്വീകരിക്കാനായിട്ട് അവര് റെഡിയാകുന്നു, അവര് സമ്മതപത്രങ്ങൾ ഒപ്പിടുന്നു, അവരുടെ ആരോഗ്യം കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി ശരിയാക്കുന്നു. അതിനുശേഷം സ്ത്രീയുടെ മാസക്കുളിയുടെ 1-ന്റെ അന്നോ 2-ന്റെ അന്നോ മുതൽ ആ മാസം വിരിയാൻ പ്രാപ്തിയുള്ള അണ്ടങ്ങൾ വലുതാകാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്നു. 10 ദിവസത്തോളം ഇഞ്ചക്ഷൻസ് എടുക്കുന്നു. ഇത് OPD ബേസിസിലാണ് നടക്കുന്നത്, അഡ്മിഷൻ ഇല്ല. 10 ദിവസങ്ങൾ മെച്ചുർ ആയിട്ടുള്ള എഗ്ഗുകൾ കിട്ടാൻ പ്രാപ്തി ആകുന്ന രീതിയിൽ അണ്ടാശയങ്ങളെ നമ്മൾ മരുന്നുകൾ കൊടുത്ത് റെഡിയാക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനസ്തീഷ്യ തന്ന് അണ്ടം ശേഖരിക്കുവാനായിട്ട് IVF OT-യിലേക്ക് വരുന്നത്. സ്ത്രീ OT ടേബിളിൽ കിടക്കുകയും അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ അണ്ടങ്ങൾ ശേഖരിക്കുന്നു.
അണ്ടങ്ങളെ ശരീരത്തിൽ നിന്ന് ഓവറിയിൽ നിന്ന് വലിച്ചെടുത്ത ഫ്ലൂയിഡ് ഇവിടെ കൊണ്ടുവന്ന് ഡിഷിനകത്തേക്ക് നിക്ഷേപിച്ച് മൈക്രോസ്കോപ്പിനകത്തൂടെ ഡിഷിലേക്ക് നോക്കി അണ്ടങ്ങളെ മൈക്രോസ്കോപ്പിന്റെ താഴെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവയെ ശേഖരിച്ച് അവരെ ഇൻക്യുബേറ്ററിൽ സുരക്ഷിതമായി വെക്കുന്നു. അതെ, പിന്നെ ജീവൻ തുടിക്കുന്നത്. ഇപ്പം അണ്ടമേ ആയുള്ളൂ ജീവനാകണം. അതിന് നമ്മള് ഭർത്താവിന്റെ ബീജവുമായിട്ട് ചേർക്കണം. ഭർത്താവിന്റെ ബീജം ശേഖരിച്ചത് ഇവിടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇക്സി മൈക്രോസ്കോപ്പിന് താഴെ ഒരണ്ടത്തിന് ഒരു ബീജം, ഒരു കുഞ്ഞാവാൻ അണ്ടവും ബീജവും ഒരണ്ടവും ഒരു ബീജവും ചേർന്നാണല്ലോ കുഞ്ഞാകുന്നത്, ചേർത്ത് കൊടുക്കുന്ന ഇക്സി മൈക്രോസ്കോപ്പ് ആണിത് ഈ കാണുന്നത്. അതെ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇക്സി മൈക്രോസ്കോപ്പ് ആണിത്. അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് സ്പേമിനെ ചേർത്ത് വെച്ച് IVF എന്ന പ്രൊസീജിയർ ചെയ്യുന്നു. ശരീരത്തിന് പുറത്ത് ബീജസങ്കലനം നടത്തുക. എഗ്ഗും സ്പേമും ചേർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇൻക്യുബേറ്റേഴ്സിൽ വെക്കുന്നു. അടുത്ത ദിവസം കുഞ്ഞിന്റെ സെല്ലായി തിരിഞ്ഞോ ഇല്ലേ എന്നുള്ളത് മൈക്രോസ്കോപ്പിന് താഴെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആരോഗ്യമുള്ള ജീവനുള്ള അണ്ടവും ബീജവും ചേർത്താലും കുഞ്ഞിന്റെ സെല്ലായി മാറണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം, വയ്യാത്ത ശക്തികൾ ഇൻവോൾവ് ആയി കുഞ്ഞിന്റെ സെല്ലായി തിരിയുന്നത് മാത്രമേ കുഞ്ഞിന്റെ സെല്ലുകളായി മുന്നിലേക്ക് പോകുന്നുള്ളൂ. അവയെ 3 തൊട്ട് 5 ദിവസം വരെ ഇൻക്യുബേറ്റേഴ്സിൽ വളരാൻ അനുവദിക്കുന്നു. അവ ശരിയായി വളരുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. നല്ലവണ്ണം വളർന്ന എംബ്രിയോസ് ഓരോന്നും ഓരോ കുഞ്ഞാകാൻ പ്രാപ്തിയുള്ളതാണ്. അവയെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ എഗ്ഗ് ശേഖരിക്കുന്ന അതേ മാസം തന്നെ 3ന്റെ അന്നോ 5ന്റെ അന്നോ നമുക്ക് ഇവയിൽ ചിലതിനെ ശരീരത്തിലേക്ക് നിക്ഷേപിച്ചാൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവയെ നമ്മൾ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആ സൂക്ഷിക്കുന്നതാണ് 100 വർഷം കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചാൽ വീണ്ടും കുഞ്ഞാവും. നിയമപരമായിട്ട് 5 തൊട്ട് 10 വർഷം, പക്ഷേ മനസ്സിലാക്കിയിരിക്കുന്നതിനനുസരിച്ച് എത്ര നാള് വേണമെങ്കിലും ശീതീകരിച്ച് വെക്കുകയാണെങ്കിൽ, ക്രയോ പ്രിസർവ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അവ ജീവനോടെ ഇരിക്കുന്നു. നമുക്ക് ഇത് തുറന്നു കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട, കാണിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോ വീഡിയോ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് ലൈവ് കൾച്ചേഴ്സ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇതിപ്പോ കാണിക്കാനായിട്ട് ആകുന്നത്. ഇതിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ? അതെ, ആണ്. ഇപ്പൊ ഇല്ല അല്ലേ? 5 ദിവസം. വീണ്ടും നമ്മൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? അതൊന്ന് കാണാൻ പറ്റുമോ? ഭ്രൂണമായതിനെ സൂക്ഷിക്കുന്നത് എംബ്രിയോസ് ക്രയോ സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് അമ്മയുടെ ഗർഭപാത്രം തേടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറയാം, അങ്ങനെ പറയാം അല്ലെ? ശീതീകരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോ നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ കുഞ്ഞായി മാറുന്നു പറഞ്ഞു. അപ്പൊ എത്ര വർഷം പഴക്കമുള്ള ആ ഒരു ഭ്രൂണങ്ങൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ യാസ്റ്റർ ഹോസ്പിറ്റലുണ്ട്? ഇത് 6 വർഷം പഴക്കമുള്ള സെന്ററാണ്. 5.5 വർഷം വരെ പഴക്കമുള്ള ഭ്രൂണങ്ങൾ ഇവിടെ സ്റ്റോർഡ് ആയിട്ടുണ്ട്. 5.5 വർഷം മുന്നേ ഇവിടെ ട്രീറ്റ്മെന്റ് വന്ന് കുഞ്ഞുങ്ങളായിപ്പോയി ബാക്കിയുള്ള ഭ്രൂണങ്ങൾ. 5.5 വർഷത്തിന് മുന്നേ ഉള്ളവർ 2 തവണയോളം ഗർഭിണിയായി കുഞ്ഞുങ്ങളായവരുണ്ട്. അവരുടേത് വീണ്ടും ഒന്നുകൂടെ അവർക്ക് വേണമെങ്കിൽ ഉള്ളതും. 5.5 വർഷം മുന്നേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പോയി. ഇപ്പോൾ ഇന്ന് വന്നിട്ട് പറയാണ് എനിക്കൊരു കുഞ്ഞുകൂടി വേണം പറഞ്ഞാൽ എടുക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വിശേഷമാകാൻ സാധ്യത കുഞ്ഞുങ്ങളാവുന്നു. നമുക്കൊന്ന് കാണാൻ പറ്റും? അത് തുറക്കുന്നതിന്റെ ബുദ്ധിമുട്ടിന് വേണ്ട. അമിതമായി ശീതീകരിച്ചു വെച്ചിരിക്കുന്ന ജീവനുള്ളത് സീഡായിരിക്കുന്ന അവസ്ഥയാണ്. ഒന്ന് തുറക്കുന്നത് കൊണ്ട് നശിക്കുന്നില്ല. കാരണം നമ്മള് തുറന്നു തന്നെയാണല്ലോ പുറത്തെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നേരം തുറക്കില്ല. ലിക്വിഡ് നൈട്രജൻ നമ്മൾ റിപ്ലനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, തീരുന്നതിനനുസരിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കുളച്ച് വെച്ചിരിക്കുന്ന ഓരോന്നും ഓരോ വ്യക്തികളുടെയാണോ? അല്ല, ഓരോന്നിലും ഒരുപാട് പേരുടേതുണ്ടാവും. ഓരോന്നും ഓരോ ക്യാൻസറിലോട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് കാനിസ്റ്റേഴ്സ് ഉണ്ട്, കളർ കോഡഡ് ആണ്, പേരുകള് നമ്പര് എല്ലാം ഉണ്ടാകും. അങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്നൊക്കെ ഒരുപാട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് അല്ലെ? ജനിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള എംബ്രിയോസ് ആണ് ഇരിക്കുന്നത്. അപ്പോ ഇത് അതും ഞാൻ ഹരീഷിനോട് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ക്രമാതീതമായിട്ട് ഉണ്ടാക്കുന്നില്ല. സാധാരണഗതിയിൽ നമ്മളൊരു IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്ന 3 തവണയെങ്കിലും എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് കിട്ടാൻ പാകത്തിനായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത്. അല്ലാതെ 10-20 തവണയല്ല. കാരണം എംബ്രിയോസ് വെറുതെ ഇരുന്ന് നശിച്ചു പോകാൻ, ഓരോ കുഞ്ഞാകാനുള്ള ജീവനെ മുമ്പോട്ട് വരാനുള്ളതിനെ പൊരിച്ചു കളയാനല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. 2 തവണയൊക്കെ വിശേഷമായവരുടെ ബാക്കിയിരിക്കുന്ന എംബ്രിയോസ്
അവർക്ക് വീണ്ടും വിശേഷമാകണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവർക്ക് അവയെ തിരസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടെ അവർക്ക് അതിനെ വേണ്ട എന്ന് വെക്കാനും ആകും. പറ്റും. ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ ശരിക്ക് 3 കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ 3 അണ്ടം നമ്മൾ നിക്ഷേപിക്കുന്നു പറഞ്ഞു. അപ്പോൾ ശരിക്ക് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും സക്സസ് ആവുക എന്ന് വിചാരിച്ചിട്ടാണോ 3 എണ്ണം വെക്കുന്നത്? അങ്ങനെ ഈ 3 എണ്ണം കൂടി വെക്കുമ്പോൾ 3 വളരുമ്പോഴാണോ ഈ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? ശരിക്കും അതെങ്ങനെയാണ് ഈ ഒരു IVF-ൽ 2-3 കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഉണ്ടാവുന്നത്? ഭ്രൂണങ്ങളെ നമ്മൾ 1, 2, 3 സെറ്റായിട്ടാണ് ഫ്രീസ് ചെയ്ത് വെക്കുക. നമ്മുടെ നിയമം അനുവദിക്കുന്നത് 3 സെറ്റ് വരെ വെക്കാൻ, ഒരുമിച്ച് വെക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. കാരണം അങ്ങനെ നിയമം 2001 ശേഷമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നിയമം വന്നിരിക്കുന്നതിന്റെ കാരണം ശരിയാണ്, 1-ൽ കൂടുതൽ എംബ്രിയോസ് വെക്കുമ്പോഴാണ് ഒന്നെങ്കിലും പിടിക്കാനായിട്ടുള്ള സാധ്യത. പക്ഷേ 3-ൽ കൂടുതൽ എംബ്രിയോസ് വെക്കുമ്പോൾ അവയെല്ലാം തന്നെ പിടിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. 4 കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമൂഹവും സോഷ്യൽ മീഡിയയും അത് കൊട്ടിഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമെങ്കിലും 2-ഓ 2-ൽ കൂടുതലോ പ്രഗ്നൻസി ഒരു സിംഗിൾ പ്രഗ്നൻസിയെക്കാട്ടിലും റിസ്ക് കൂടുതലാണ്. മാസം തികയാതിരിക്കാനും കുഞ്ഞുങ്ങളെ കിട്ടാതെ പോകാനും ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ജീവനെ എഫക്ട് ചെയ്യാവുന്ന വരെയുള്ള കോംപ്ലിക്കേഷൻസ് വരാനും റിസ്ക് കൂടുതലാണ് 1-ൽ കൂടുതൽ ഗർഭം ധരിച്ചാൽ. അപ്പോൾ IVF ചികിത്സയിലൂടെയും ഏത് ചികിത്സയിലൂടെയും ഗർഭിണിയാകാൻ നോക്കുകയാണെങ്കിൽ ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. പക്ഷെ 3 വെക്കുമ്പോൾ 3 ആയി പോകുന്നത് 3 ഭ്രൂണം വെക്കുന്നത് കൊണ്ട് അല്ലെ 2 ഭ്രൂണം വെക്കുന്നത് കൊണ്ടാണ് IVF ട്രീറ്റ്മെന്റിൽ 2-ഓ 3-ഓ അവയെല്ലാം പിടിക്കുകയാണെങ്കിൽ ആകുന്നത്. അപൂർവമായിട്ട് 1 വെച്ചാലും 2 ആകാറുണ്ട്. അത് സാധാരണ പോലെയുള്ള ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നില്ലേ, സാധാരണ പോലെ വിശേഷമാകുമ്പോഴും ഒരു എഗ്ഗും ഒരു ബീജവും ചേർന്ന് ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന്റെ സെല്ല് 2ആയി തിരിയാണെങ്കിൽ ഒരേ ജനറ്റിക് സ്ട്രക്ചർ ഉള്ള 2 കുഞ്ഞുങ്ങളായിട്ട് തിരിയാറുണ്ട്. അത് IVF-ൽ ഒരു എംബ്രിയോ വെച്ചാലും അപൂർവമായിട്ട് 2 ആവാറുണ്ട്. പക്ഷെ അത് സാധാരണയല്ല. നമ്മൾ ഈ കേൾക്കുന്ന പലവരും ചിലപ്പോ 15-20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ എന്തിനാ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പുറത്തിറങ്ങാൻ പോലും പഠിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ അവരിപ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് വരണം അല്ലെങ്കിൽ നോക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രായം കൂടുതലായോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും ഇതിനൊരു പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന്? IVF തന്നെയാണ് വേണ്ടത് എന്നുള്ള ചികിത്സാ നിർണയം ഉള്ളവര് അവര് നല്ല പ്രായത്തിൽ തന്നെയാണ് IVF-ന് വേണ്ടി വരേണ്ടത്. കാലം കഴിയുമ്പോഴത്തേക്ക് ചിന്തിക്കുന്നതെങ്കിലും അവരപ്പോ വരിക. അപ്പോഴുള്ള സാധ്യത വെച്ചിട്ടാണ് നമ്മൾ മുന്നിലേക്ക് നോക്കുന്നത്. 40 വയസ്സാണെങ്കിലും അവർക്ക് ചികിത്സ സ്വീകരിക്കാം. അവർക്ക് ആരോഗ്യമുള്ള അണ്ടങ്ങളുണ്ട്, ഭർത്താവിന്റെ ബീജം ആരോഗ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വീകരിക്കാം. നിയമം അനുസരിച്ച് 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും 55 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കും IVF ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കും ചികിത്സിക്കാം. അവർക്ക് കോർട്ടിൽ നിന്ന് ഓർഡർ കിട്ടണം. അപ്പീല് പോയി കിട്ടുകയാണെങ്കിൽ അവർക്കും ചികിത്സിക്കാം. അല്ലേ? അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് വല്ല സംശയങ്ങളോ, വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരൊക്കെ ഇത് കാണുന്നുണ്ടാവും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് വിളിക്കാം. കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്തായാലും വളരെ വ്യക്തമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.